മറ്റു വാർത്തയിലേക്ക്. മാങ്കുളം പേമരം വളവിൽ 4 പേരുടെ മരണത്തിനിടയാക്കിയ അപകടം ഉണ്ടായത് ഡ്രൈവറുടെ പരിചയക്കുറവും അമിത വേഗവും കൊണ്ടാണെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ക്രാഷ് ബാരിയറുകൾ റോഡിൽ സ്ഥാപിച്ചത് അശാസ്ത്രീയമായാണെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. മതിയായ വഴിയിലെ സിഗ്നലുകൾ ഉണ്ടായിരുന്നു, എങ്കിലും ഡ്രൈവർ പരിചയക്കുറവുള്ള ഡ്രൈവറായിരിക്കും. വഴിയിൽ കുത്തനെ ഉള്ള ഇറക്കവും വലിയൊരു വളവുമാണ്. നമുക്ക് മുന്നിൽ കാഴ്ച കാണാൻ പറ്റാത്ത ഒരു റോഡാണ്. അമിതമായ സ്പീഡിലായിരിക്കണം ഡ്രൈവർ. അങ്ങനെ ഒരു സൈഡിലേക്ക് വണ്ടി വീല് പൊങ്ങിയിട്ട് ബാരിക്കേഡിലിടിച്ച് താഴത്തേക്ക് മറിഞ്ഞായിട്ടാണ് കാണുന്നത്. റോഡ് നിർമ്മാണത്തിൽ ഈ ബാരിക്കേഡിൻ്റെ തട്ടിയിട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ബാരിക്കേഡ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉറപ്പിച്ചാൽ ചെറിയൊരു അപകടമുള്ളതായിട്ട് തോന്നുന്നു. വലിയ വെള്ളമാണ്. അപ്പോൾ ആ വളവ് മുന്നിൽ കാഴ്ച കാണുന്ന വിധത്തിൽ ആ ഒരു മല പോലെയുള്ള വശം കുറച്ച് ഇടിച്ച് മാറ്റിയിട്ട് റോഡിൽ കുറച്ചും കൂടി വിഷൻ കിട്ടുന്ന രീതിയിലേക്ക് മാറ്റി പണിയേണ്ടി വരും. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണം എന്നാണ് നാട്ടുകാരുടെയും ആരോപണം. പേമരം വളവിൽ ഇതുവരെ 11 വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. രാഹുൽ, ഇതൊരു സ്ഥിരം അപകട വളവാണോ ഈ പേമരം വളവ് എന്നത്? എന്താണ് നാട്ടുകാർ പറയുന്നത്? അവരുടെ പ്രധാനപ്പെട്ട പരാതി എന്താണ്? ഗോപികൃഷ്ണൻ, 16 കിലോമീറ്റർ ദൂരമുള്ള ഒരു വലിയ ഇറക്കമാണിത്. അതിൽ ഈ പേമരം വളവിൽ മാത്രം 11 തവണ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ 7 എണ്ണം ട്രാവലർ ആണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ മരണം സംഭവിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇന്നലത്തെ അപകടത്തിൽ 4 പേർ മരണപ്പെട്ടിരുന്നു. വാഹനത്തിലുണ്ടായിരുന്നത് മൊത്തം 14 പേരാണ്. 10 പേർക്ക് സാരമായ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ അപകടത്തിന് പ്രധാനപ്പെട്ട കാരണം വഴിയുടെ ഈ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. പക്ഷേ മോട്ടോർ വാഹന വകുപ്പ് ഈ സ്ഥലത്ത് ഒന്ന് പരിശോധന നടത്തി. പക്ഷേ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തെപ്പറ്റി അവർ അത്തരമൊരു സൂചനയൊന്നും നൽകുന്നില്ല. മറിച്ച് ഈ ഡ്രൈവറുടെ പരിചയക്കുറവും അമിത വേഗതയും അപകടത്തിന് കാരണമാക്കി എന്നുള്ളൊരു കാരണം മോട്ടോർ വാഹന വകുപ്പ് പറയുന്നുണ്ട്. ഒരുപക്ഷേ ഈ സൈഡിലുണ്ടായിരുന്ന ക്രാഷ് ബാരിയറുകൾ കുറച്ചുകൂടി ഉറപ്പിച്ചിരുന്നെങ്കിൽ, ഇന്ന് രാവിലെയും നമ്മൾ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണിച്ചതുമാണ്, ഈ ക്രാഷ് ബാരിയറൊക്കെ കൈകൊണ്ട് ആളുകൾ പൊക്കി ഊരി മാറ്റുന്നത്, അതായത് സിമെന്റ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഉറപ്പിക്കാതെയാണ് അത് വെച്ചിരുന്നത്. അത് കുറച്ചുകൂടി ബലമുണ്ടായിരുന്നെങ്കിൽ ആ വാഹനം താഴേക്ക് പോകാതിരുന്നേനെ എന്നുള്ളൊരു കാര്യം മോട്ടോർ വാഹന വകുപ്പ് പറയുന്നുണ്ട്. എന്തായാലും നാട്ടുകാരുടെ ആരോപണം ഈ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് ഇത്രയും വലിയ അപകടം, പലതവണ അപകടങ്ങൾ ഉണ്ടാകാൻ കാരണമെന്നാണ്. വിശദമായിട്ടുള്ള പരാതി ഇതുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പിന് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ അപകട വളവ് നിവർത്തുന്നതിന് വേണ്ടി ഒരു പ്രദേശവാസി സ്ഥലം വിട്ടുകൊടുക്കാമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ അത് ഈ PWD വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് അത് ആ ഒരു നിർദ്ദേശം ഉൾക്കൊണ്ടില്ല. റോഡ് അവരുടെ ഇഷ്ടത്തിന് പണിതുപോയി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഇതിൽ കൃത്യമായ പരിശോധന നടത്തണം. ഇനി അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് കൃത്യമായി പരിശോധിക്കണം എന്നുള്ളത് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്.